ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടില് വലിയൊരു സംഭവം തന്നെ നടക്കുകയാണ്. മൂർത്തി മുത്തശ്ശനും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശി വസുന്ധരയും കൂടി ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുക. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, അല്ല നമ്മുടെ കൊച്ചുമക്കളെ ഒന്നും കാണുന്നില്ലല്ലോടോ, അവരൊക്കെ എവിടെ പോയി? അല്ലെങ്കിൽ ഈ സമയത്ത് നയനമോൾ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. നയനമോൾ ഇട്ടു തന്ന ചായ ഇപ്പം അങ്ങ് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിലോ മുത്തച്ഛൻ്റെ ഫോൺ റിങ് ചെയ്യുക. ആ സമയത്താണെങ്കിൽ വസുന്ധരാമ്മ പോയിട്ട് ആ ഫോൺ എടുത്തുകൊണ്ട് വന്ന് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. ആരാ വിളിക്കുന്നത്, എവിടെ നിന്നാണ് എന്നൊക്കെ പുള്ളി ചോദിക്കുന്ന സമയം ഞങ്ങൾ വിളിക്കുന്നത് സാറ് മൂർത്തി സാറല്ലേ, ഞങ്ങൾക്ക് സാറിനെ കൊണ്ടൊരു വലിയ കാര്യം സാധിച്ചെടുക്കാനുണ്ട്. ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു മത്സരത്തിലേക്ക് സാറിനെയാണ് ഞങ്ങൾ മെയിൻ ഗസ്റ്റായിട്ട് വിളിക്കുന്നത്. സാറ് കുടുംബത്തോടൊപ്പം ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുള്ള കാര്യം കൂടി അവർ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെ ഞാനിപ്പോൾ അങ്ങനെ വലിയ ഫംഗ്ഷനിലൊന്നും പോകാറൊന്നും ഇല്ലടോ, എനിക്ക് തീരെയും വയ്യാതെയൊക്കെ ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, പഴയ ആരോഗ്യസ്ഥിതിയൊന്നും ഇപ്പം ഇല്ലെന്നേ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകളൊന്നും ഞാനിപ്പം പങ്കെടുക്കാറുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ആശാൻ ഫോൺ വെക്കാൻ പോകുന്ന സമയത്ത് സാറേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയം അന്ന് വലിയൊരു മോഡലിംഗ് കോമ്പറ്റീഷൻ കൂടി നടത്തുന്നുണ്ട്. അപ്പം ആ കോമ്പറ്റീഷനിൽ അനന്തപുരി തറവാട്ടിൽ നിന്നും ആരെങ്കിലുമൊക്കെ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെന്തെങ്കിലും വിരോധമുണ്ടോ സാറേ? അതിപ്പോൾ ഞാൻ എങ്ങനെയാണോ പറയുന്നത്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ വന്നൊന്ന് സംസാരിച്ച് നോക്ക്. എൻ്റെ കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. ആർക്കാണ് താല്പര്യമെന്ന് വെച്ചാൽ അവർ വന്നോട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ വെക്കുകയാണ്. മുത്തശ്ശൻ ഫോൺ വെച്ചതും വസുന്ധരാമ്മ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് ചോദിക്കുക. മുത്തശ്ശനാണെങ്കിലോ, എടോ ഈ പ്രായത്തിൽ തനിക്ക് മോഡലിംഗ് ചെയ്യാൻ വല്ല താല്പര്യമുണ്ടോ? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ പ്രായത്തിൽ ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്തു വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം മിടുക്കികളാണ്. അന്ന് കണ്ടതല്ലേ നവ്യ വന്ന വരവ്. നവ്യ മോൾക്ക് നല്ല കഴിവൊക്കെ ഉണ്ടോ, പക്ഷേ ആ കുട്ടി എന്നത് ഉപയോഗിക്കേണ്ട രീതിയിലൊന്നും അല്ല ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പാളിപ്പോയത്. എന്തായാലും ഇപ്പൊ ഈ വരുന്ന ആ ഒരു ഓഫർ നവ്യമോൾക്ക് സ്വീകാര്യമാണെങ്കിൽ അവളങ്ങ് മോഡലിംഗ് ചെയ്യട്ടെന്നേ, അവളുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് വരട്ടെ. അങ്ങനെ ഈ അനന്തപുരി തറവാട് അങ്ങ് ഉയർച്ചയിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയനയും അതുപോലെ തന്നെ അഭിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ മുത്തശ്ശ, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മോനെ, 1-2 പേര് ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തോ ചില മോഡലിങ്ങിന്റെ പരിപാടികളെ കുറിച്ച് സംസാരിക്കാനാണെന്നൊക്കെയാ പറഞ്ഞത്. അപ്പം അവര് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്ക്. നിങ്ങളുടെ ഭാര്യമാർക്ക് ആർക്കെങ്കിലും വലിയ മോഡലൊക്കെ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുന്നേ. പെൺമക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാ. പക്ഷേ എൻ്റെ ജലജയെ കൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ഒരു കഴിവും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വന്നു കയറിയ കൊച്ചുമക്കള് അവരുടെ താല്പര്യം അനുസരിച്ച് തന്നെ അവരങ്ങ് മുന്നോട്ട് പോട്ടെ, നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യണോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിയോടും അതുപോലെ തന്നെ ആദർശിനോടും ഒക്കെ മുത്തശ്ശൻ ഇങ്ങനെ സംസാരിക്കുക. അപ്പം അവര് പറഞ്ഞു, നോക്കാം മുത്തശ്ശ, കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്ക് തന്നെ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ അഭിക്കൊരു കോള് വരികയാണ്. അതെ അഭിസാരെ, ഞാൻ വിളിച്ചത് നമ്മളൊരു ഡിസൈനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം ആദർശ് സാറിന്റെ അടുത്ത് ഒന്ന് ഫോൺ കൊടുക്കാവോ? ഞാൻ ആദർശ് സാറിനെ വിളിച്ചിട്ട് പുള്ളിക്കാരന്റെ ഫോണ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ആ ഒരു കോള് നമ്മുടെ അഭി ആദർശിന് കൈമാറുകയാണ്. ആദർശാണെങ്കിലോ, ആരാ വിളിക്കുന്നത്, എവിടുന്നാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാറേ ഞങ്ങൾ ആ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്ന ആ ക്ലയൻസ് ആണ്, ഞങ്ങൾക്കൊരു ഡിസൈൻ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അഭി സാർ വരച്ചു തന്ന ഡിസൈൻ അത് ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ആദർശ് സാറിനോട് ഞങ്ങളുടെ മനസ്സിലുള്ള ചില ഐഡിയാസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അഭി വരച്ച ഡിസൈൻ ഒന്നും അതുമായിട്ട് യാതൊരു മാച്ചുമല്ല. അതുകൊണ്ട് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. 100-600 കോടിയുടെ ഒരു ബിസിനസ്സാണ്. സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ സാറിന് നല്ല നേട്ടമൊക്കെ ഉണ്ടാവും. നമ്മൾ 2 കൂട്ടരും ഒരുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിൽ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കൂടി അവർ പറയുക. ഈ സമയം നമ്മുടെ ആദർശ് ഒന്ന് ആലോചിച്ചു,
ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. എന്തായാലും ഞാൻ ഒരാളോട് സംസാരിച്ചിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കാം. നാളെ 10 മണിക്കുള്ളിൽ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ആദർശ് ഫോൺ വെച്ചു. അതിനുശേഷം മുത്തച്ഛനോട് കാര്യങ്ങളും പറഞ്ഞിട്ട് ആദർശ് നേരെ റൂമിലേക്ക് പോവാ. അപ്പൊ അവിടെ നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുക. ആദർശേട്ടാ, എന്താ പരിപാടി? ഇന്നെന്താ നേരത്തെ വന്നോ എന്നൊക്കെ ചോദിക്കുക. ഞാൻ നേരത്തെ വന്നു. അല്ല, നീ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി? മുത്തച്ഛൻ പറഞ്ഞതുപോലെ മോഡലിംഗ് ചെയ്യാൻ പോവാണോ? മുത്തശ്ശൻ എന്തു പറഞ്ഞു എന്ന്? നയനെ, മുത്തശ്ശൻ നിങ്ങളെ കൊച്ചുമക്കളെയും അതുപോലെ തന്നെ മരുമക്കളെയും ഒക്കെ മോഡലിംഗ് രംഗത്തേക്ക് വിടുകയാണ്. നമ്മുടെ കമ്പനിയുടെ മെയിൻ മോഡലുകളായിട്ട് നീയും നിന്റെ ചേച്ചിയൊക്കെ അങ്ങ് മാറട്ടെ. കൊള്ളാലോ എൻ്റെ പൊന്നാദർശേട്ടാ. ഞാൻ എന്തായാലും ഈ മോഡലിങ്ങിനൊന്നുമില്ല. എനിക്ക് ഈ അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? എല്ലാം ഞാൻ കാണുന്നുണ്ടോ. എൻ്റെ അമ്മ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് മുഴുവനും എൻ്റെ കണ്ണിൽ കൂടെയാണ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും അതിനൊന്നും ഞാനിപ്പോൾ അമ്മയോട് ഒരക്ഷരം പോലും മറത്ത് പറയുന്നില്ല. പക്ഷേ സഹി കെട്ടുകഴിഞ്ഞാൽ ഈ ആദർശ് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യം എൻ്റെ അമ്മ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ വാക്കുകൾ കൊണ്ട് തന്നെ പറയുമെന്നുള്ള കാര്യം കൂടി ആദർശ് നയനയോട് പറയുക. നയനയാണെങ്കിലോ, വേണ്ട ആദർശേട്ടാ, പോട്ടെ. എന്തായാലും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ ഇഷ്ടമാകും. അതുവരെ നമുക്കിതിങ്ങനെ തന്നെ അങ്ങ് വിടാന്നേ. എടോ, അമ്മയ്ക്ക് ആരെയും സ്നേഹിക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടൊന്നും അല്ല. താൻ എന്നും എപ്പോഴും ഈ വീട്ടിൽ ഒരു അടുക്കളക്കാരിയായിട്ട് തന്നെ കഴിയണം. അത് മാത്രം എൻ്റെ അമ്മയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 41 ദിവസത്തെ വ്രതമൊക്കെ എടുപ്പിക്കാനുള്ള പണി എടുത്തത്. എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ ആദർശ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ നയനയോട് ആ ഡിസൈൻ വരയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചും പറയാണ്. നയനയാണെങ്കിലോ, അയ്യോ ആദർശേട്ടാ, ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ നയനെ, നമ്മുടെ കമ്പനിയുടെ അഭിമാനമാണ്, അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. താൻ ഇടപെട്ടേ പറ്റുള്ളൂ. തനിക്കറിയാലോ അഭിയുടെ കാര്യം. അവൻ നമ്മുടെ കമ്പനി കുളം തോണ്ടാൻ വേണ്ടി മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. എന്തായാലും താൻ ഇത്തവണ കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടോ. താൻ വിചാരിച്ച നടക്കൂന്നേ. അങ്ങനെ വളരെയധികം മോട്ടിവേഷനൊക്കെ കൊടുത്ത് നമ്മുടെ നയനയോട് ഡിസൈൻ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അഭി സംസാരിക്കുക. 600 കോടിയുടെ പ്രോജക്റ്റ് ആണെന്നൊക്കെ കേൾക്കുമ്പോൾ നയന പറഞ്ഞു, എന്നാ ശരി ആദർശേട്ടാ, ഞാൻ എൻ്റെ മാക്സിമം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവനും അപ്പോഴേ മാറി നിന്ന് നമ്മുടെ അനാമിക കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വരച്ച് വീണ്ടും മുത്തശ്ശന്റെ സൽപുത്രിയാകാനുള്ള പരിപാടിയാണല്ലേ? കാണിച്ചു തരാം, നീ വരയ്ക്കടി, നിന്റെ വര ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഇതിനൊരു ബുദ്ധി ഉപദേശം വേണമല്ലോ. അങ്ങനെ അനാമിക ഫോൺ എടുത്ത് ഉടനെ അമ്മയ്ക്ക് കുത്തി വിളിക്കുകയാണ്. അങ്ങനെ രേവതി ഇപ്പുറത്ത് നിന്ന് ചോദിക്കുക, അല്ല എന്താ മോളെ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അമ്മേ, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം ചോദിക്കാനാ. ഇവിടെ ഈ നയന അങ്ങ് കത്തി കയറിക്കൊണ്ടിരിക്കുക. നയനയുടെ ശല്യം സഹിക്കാവുന്നതിനും അപ്പുറം വന്നേ. ഇപ്പൊ തന്നെ 100-600 കോടിയുടെ ഒരു ബിസിനസ് ഡീലാണ് നയന ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ആ ഡീല് അവൾ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ അവളെ തലയിൽ എടുത്തുകൊണ്ട് നടക്കും. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. ഞാനിപ്പോ എന്ത് ചെയ്യും? മോളെ, അവള് ആ ഒരു ഡിസൈൻ വരച്ചോ? ഇല്ലമ്മേ, അവള് വരച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ അവൾ അടുക്കളയിൽ കിടന്ന് എന്തൊക്കെയോ പണിയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും അവള് വരച്ച് കഴിയട്ടെ. വരച്ച് കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. മോളൊരു കാര്യം ചെയ്യും. അവള് മിക്കവാറും ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ വരയ്ക്കുന്നത് രാത്രിയാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ രാത്രി വരച്ചതിന് ശേഷം അവൾ അത് റൂമിൽ സേഫായിട്ട് വെക്കുമല്ലോ. അത് വെക്കുന്ന സമയത്ത് നീ അതിനകത്ത് കയറി ആ സാധനം മുഴുവനും നശിപ്പിച്ച് കളഞ്ഞേക്കണം. ഒരു കാരണം വെച്ചാലും ആ ഡിസൈൻ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ മോളെ നമ്മൾ വിജയിച്ചു. പിറ്റേ ദിവസം എന്തായാലും രാവിലെയല്ലേ ആദർശ് ഡിസൈൻ എടുത്ത് നോക്കുകയുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് അത് നശിച്ചിരിക്കുകയാണെങ്കിൽ നയനയിലുള്ള ആദർശിന്റെ വിശ്വാസം മുഴുവനും അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യാം. അങ്ങനെ ഞാൻ ആലോചിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അമ്മയെ വിളിച്ചൊന്ന് ഉപദേശം ചോദിക്കണമല്ലോ. അമ്മയാണല്ലോ എൻ്റെ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അനാമിക നിന്ന് അങ്ങനെ ആലോചിക്കുക. അവള് ഡിസൈൻ വരയ്ക്കട്ടെ, ഇത് അവളുടെ ഒടുക്കത്തെ വരയാണ്. എന്തായാലും ആ ഡിസൈൻ ഞാൻ അങ്ങ് പൂത്തും. അങ്ങനെ പിന്നീട് നമ്മുടെ നയന അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആദർശ് പറഞ്ഞു, എടോ താൻ ഓക്കെ അല്ലേ? തനിക്ക് ക്ഷീണമുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണോടോ എന്നൊക്കെ ചോദിച്ച് ആദർശ് അടുത്ത് കൂടുകയാണ്. അപ്പൊ അവള് പറഞ്ഞു, വേണ്ട ആദർശേട്ടാ, ഒന്നും വേണ്ട. ആദർശേട്ടൻ ഭക്ഷണം കഴിച്ചതല്ലേ, പോയി കിടന്നോട്ടോ. ഞാൻ ഈ ഡിസൈനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നേക്കാന്ന് പറഞ്ഞു. പിന്നീട് ഉറക്കം ഉളച്ചിരുന്ന് പാവം നമ്മുടെ നയന ആ പടമൊക്കെ അങ്ങ് വരയ്ക്കുകയാണ്.
നല്ല ഒന്നാം തരത്തിലുള്ള ഒരു ഡിസൈൻ തല പൊകഞ്ഞിട്ടാണെങ്കിലും പാവത്തം വരച്ചു വെച്ചു. ഈ സമയമാണെങ്കിൽ ഇതെല്ലാം നോക്കി അപ്പുറം ഇങ്ങനെ നിൽക്കുക നമ്മുടെ അനാമിക. ഓ, ഇവളൊന്ന് ഉറങ്ങിയിട്ട് വേണം ഈ പരിപാടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് ആ ഡിസൈൻ ഒന്ന് അലമ്പാക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നയന അപ്പുറത്തേക്ക് പോവാണ്. ഷോ, അടുക്കളയിൽ എന്തൊക്കെയോ കൂടി ചെയ്ത് തീർക്കാനുണ്ടെന്നും പറഞ്ഞ് അവള് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ആദർശ് നല്ല ഉറക്കമായി. അങ്ങനെ ആ ഡ്രോയിഡ് അകത്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ എടുത്ത് അനാമിക അതിനകത്തേക്ക് കുറച്ച് മഷിയൊക്കെ ഒഴിച്ചു അലങ്കോലപ്പെടുത്തി വെച്ചു. അതിനുശേഷം അവൾ നേരെ ഒന്നും അറിയാത്ത പോലെ കുറച്ചൊക്കെ പുള്ളിക്കാരുടെ ഡ്രസ്സിലും ഒക്കെ പറ്റി അങ്ങനെ ഒന്നും അറിയാത്ത നല്ല മിടുക്കത്തി കുട്ടിയായിട്ട് അവൾ നേരെ റൂമിലേക്ക് പോവാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ നയന എല്ലാം സേഫ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൾ വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നമ്മുടെ ആദർശ് എഴുന്നേൽക്കുകയാണ്. രാവിലെ പതിവ് പോലെ തന്നെ നയനയാണെങ്കിൽ പൂജാമുറിയിലെ കാര്യങ്ങളും ചെയ്ത് കിച്ചണിലേക്ക് പോവുക. ആദർശിന് കുടിക്കാനുള്ള ചായ എടുത്തുകൊണ്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് ആദർശ് ചോദിച്ചു, എന്തായിടും ഇന്നലെ താൻ ഡിസൈൻ വരച്ചോ? അതൊക്കെ ഞാൻ വരച്ചു, ദേ ഈ ഡ്രോയിഡ് അകത്ത് ഉണ്ടെന്നും പറഞ്ഞ് അവൾ അതിൽ നിന്ന് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണ് അതിൽ മുഴുവനും മഷി പുരണ്ടിരിക്കുന്നത് കാണുന്നത്. അയ്യോ ആദർശേട്ടാ, ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂക്ഷിച്ചു വെച്ചതാണല്ലോ, ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ദൈവമേ, 10 മണിയാകുമ്പോഴത്തേക്കിനും ക്ലയൻസിന് കൊടുക്കാനുള്ളതല്ലേ, ഈശ്വര എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന ഭയങ്കര സങ്കടത്തിലിരിക്കുക. ആദർശാണെങ്കിലോ, എടോ താൻ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, താൻ സൂക്ഷിച്ചു തന്നെയല്ലേ വെച്ചത്? അതേ ആദർശേട്ടാ, ഇത് ഞാൻ വളരെ സേഫ് ആയിട്ട് തന്നെയാണ് വെച്ചത്, പിന്നെ ഇത് എന്ത് പറ്റിയെന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ നയന സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇത് അലമ്പായിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ആ അനാമിക തന്നെയായിരിക്കും കളിച്ചിരിക്കുന്നത്. അവളാണല്ലോ ഈ വീട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ദേ തനിക്ക് പറ്റുന്ന രീതിക്ക് താൻ ഇപ്പോൾ ഒരു ഡിസൈൻ ഇരുന്നങ്ങ് വരയ്ക്കാൻ പറയാണ്. അയ്യോ ആദർശേട്ടാ, കിച്ചണിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്, അതെ അവിടെ കിടക്കട്ടെ, തന്നോടിപ്പം ഞാൻ പറഞ്ഞ കാര്യം താൻ ചെയ്താൽ മതി, താൻ ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ടടോ, തന്നെ കൊണ്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആദർശ് നമ്മുടെ നയനയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ നയന അവിടെ ഇരുന്ന് ആ ഡിസൈൻ വരയ്ക്കുക. ഈ സമയത്താണെങ്കിലോ നയനയുടെ ഡിസൈനൊക്കെ പൊളിഞ്ഞ് പാളീസായല്ലോ എന്നുള്ള സന്തോഷത്തിൽ അനാമിക ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരിക. അവള് എഴുന്നേറ്റ് വരുന്ന സമയത്ത് കണി കാണുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യയാണെങ്കിലോ ഇവളുടെ മേത്തൊക്കെ ഇത് എന്തെന്നാ ഇത്? എടി നീ ഇതെന്താ വല്ല വരയും കുറിയൊക്കെ നടത്തിയോ? സത്യം പറയും, നീ വല്ല പെയിന്റിങ്ങിനും പോയെന്ന് ചോദിക്കുക. അപ്പോഴാണ് ആശാട്ടി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. തൻ്റെ ഡ്രസ്സിൽ ആ മഷി പൊടഞ്ഞ സമയത്ത് പുള്ളിക്കാരിയുടെ സാരിയിൽ കൂടിയാണ് ആ മഷിയൊക്കെ വീണത്. അങ്ങനെ അവൾ അയ്യോ ഇതെന്താണ് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആകുകയാണ്. ഈ സമയത്ത് നമ്മുടെ നവ്യക്ക് ചില സംശയങ്ങളൊക്കെ വരിക. നവ്യയാണെങ്കിലോ നയനയുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നയന ഇരുന്ന് ഈ ഡിസൈൻ വരയ്ക്കുന്ന കാഴ്ചയും കണ്ടു. ആ സമയം തന്നെ നമ്മുടെ നവ്യ വേഗം തന്നെ നയനയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇതെന്താടി ഇത്? നീ ഇന്നലെ രാത്രി വരച്ചെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇതെന്താ ഇപ്പൊ ഇരുന്ന് വരയ്ക്കുന്നത്? ചേച്ചി ഇത് കണ്ടില്ല ചേച്ചി, ദേ ഇരിക്കുന്നു ഞാൻ ആദ്യം വരച്ച ഡിസൈൻ, ഇതിനകത്ത് നിറച്ച മഷിയായിരുന്നു ചേച്ചി, ആരാ ഈ ചതി ചെയ്തതെന്നൊന്നും അറിയില്ല മോളെ, പുറത്തുള്ള ആരുമല്ല ഈ ചതി ചെയ്തത്. ഈ ചതി ചെയ്തവള് ഇപ്പൊ ഉറക്കം ഉണർന്ന് ബാത്റൂമിലേക്ക് ഓടിയിട്ടുണ്ട്, ഞാൻ കണ്ടടി, അവളുടെ സാരിയിൽ മുഴുവനും മഷിയുണ്ട്, അവളാണ് ഇത് നിന്നോട് ചെയ്തത്, ഇതിനുള്ളത് ഞാൻ അവൾക്ക് കൊടുത്തോളാന്നും പറഞ്ഞ് നമ്മുടെ അനാമികയെ പൊളിക്കാൻ വേണ്ടിയിട്ട് നവ്യ അവിടെ തയ്യാറെടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ നയനയുടെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ മൂർത്തി മുത്തശ്ശനും അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കയിലുള്ള ക്ലയൻസിനും ഒക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്